നമ്മൾ ഇന്ത്യ ബൈക്ക് ഡ്രൈവ് 3Dയിലെ കോമഡി ഡേ ആണ്. ഞാൻ 5 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കാണാം. അതിലാണ് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യണത് എല്ലാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൈസ ഒക്കെ കിട്ടില്ല, പൈസ ഒക്കെ കിട്ടി. ഒരു കോടി കിട്ടിയില്ല, ഒരു പൈസക്കാടാ അതും തരാൻ പറ്റൂല. എൻ്റെ കൂട്ടുകാരനല്ലേ അതൊന്നും തരാൻ പറ്റൂല. ഞാൻ എൻ്റെ പേരിലല്ല എഴുതി വെച്ചിട്ടുണ്ടോ വേണ്ട പിന്നെ കളിക്കൊള്ളട്ടോ. സീനാണ് ഞാനേ താകൂരാണ്. എൻ്റെ മൊബൈലൊന്നും എടുത്ത നമ്മളങ്ങനെ അവൻ്റെ അക്കൗണ്ട് പൈസ ഒക്കെ തട്ടിപ്പറ്റാൻ അവിടെ പറ്റിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ രാഹുലിനെ വിളിക്കട്ടെ. മോനായിട്ടും ഒരു കോമഡി പറയാം. 3D സിറ്റിയിൽ കോമഡിയുടെ അല്ല, ഒരു കോമഡിയാണ് പറയാം. രാഹുലേ, എടോ നിന്നെ കുറേ ദിവസമല്ലോ കണ്ടിട്ട്. ആടാ രാഹുലേ, ഇന്ന് കോമഡി ഡേ ആക്കല്ല സിറ്റിയിൽ. അവിടെ 100 കാര്യം ഞാൻ പറയാൻ വിട്ടിന്. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും പറയും. ഗൈസ്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ഇല്ലേ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എടാ രാഹുലേ, ഇപ്പോൾ ഇന്ന് 3D സിറ്റിയിലില്ലേ കോമഡി ഡേ. നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എടോ, ഇന്നലെ ലോബിലെന്തോ ഒരു വണ്ടി ഇടിച്ചൊരു കെട്ടി ഇതാ ആ സൈഡിൽ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. അവിടെ ഇല്ല വണ്ടികൾക്ക് അറിയില്ല. ഇപ്പോൾ 3D സിറ്റികൾക്ക് ഞാൻ എൻ്റെ 2 വീഡിയോയിലായിട്ട് പറയാണ്, ഇവർക്കുമില്ല ഖത്തറിലോ ഇറാനിലോ പോയി ചോദിച്ചൂടെ. നമ്മൾ തന്നെ അവിടെ മെനക്കെട്ട് നിൽക്കാണ്. അല്ല പിന്നെ നമ്മൾ തന്നെ ഇവിടെ മെനക്കെട്ട് നിൽക്കാണ്. എടാ, ഇവൾക്ക് പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞു, ഇവൾക്ക് പോകാൻ പറ്റിയ സ്ഥലമുണ്ട്. ഏതാടാ? ജുറാസിക് പാർക്ക്. പൊട്ടാ, നിങ്ങൾ നാട്ടുകാരെ കൊല്ലാൻ കൊടുക്കാൻ നീ അതൊന്നുമില്ല. ഓല വീട്ടിൽ കയറിയിട്ട് മോശിക്ക, അതൊരു നല്ല ഐഡിയ ആണല്ലോ. ഇപ്പം തന്നെ കൊണ്ടുപോയി കൊടുത്താലോ. എടാ, ഞാൻ വെറുതെ പറഞ്ഞോടോ, കൊണ്ടുപോയി കൊടുക്കല്ലോ. ശരി. എടന്ന് കോമഡി ഡേ ആയിട്ട് നിന്നോടൊക്കെ ഒരു കോമഡി പറയാം. നമുക്കൊരു സ്കെച്ച് ഇടാം. അപ്പം ഞാനേ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നമ്മൾ ഗൈസിനോട് എല്ലാവരും ചിരിപ്പിക്കണം. ഓക്കെ സെറ്റ്. അപ്പം നമ്മൾ കോമഡി തുടങ്ങാം. അവിടെ മഹേഷ്, ഇന്നെനിക്കൊരു അംബാസഡർ വാങ്ങിക്കാൻ തോന്നുന്നു. അവിടെ നീ ഇങ്ങോട്ടല്ല പൈസ വയ്ക്കുക, പിന്നെ ചോദിക്കൂലേ. ഞാനേ ഈ അംബാസഡർ പകരം വലിയ സൈക്കിൾ എടുത്ത് തന്നാൽ മതിയോ? എടോ, നീ എന്ത് കോമഡിയാടാ പറയണ? അങ്ങനൊക്കെ ഉണ്ടാവൂ. സൈക്കിൾ വേണമെങ്കിൽ സൈക്കിളിൻ്റെ വീലൊന്നും ഉണ്ടാവും. അയ്യോ, നമ്മളെങ്ങനെയാ? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയേ? എനിക്ക് സൈക്കിൾ വേണ്ട, എനിക്ക് നിഞ്ച ബൈക്കൊന്നും വേണം. നിഞ്ച ബൈക്ക് പറ്റൂല, സൈക്കിൾ തന്നെ മതി. പറ്റൂല, നിഞ്ച ബൈക്കൊന്നും വേണം, സൈക്കിൾ മതി. നിഞ്ച ബൈക്കൊന്നും വേണം, സൈക്കിൾ മതി. നിഞ്ച ബൈക്കൊന്നും വേണം, സൈക്കിൾ മതി. നിഞ്ച ബൈക്ക് വേണോ, സൈക്കിൾ മതി. ഞാൻ നിന്നെ കൂടെ ഫ്രണ്ട്ഷിപ്പ് അല്ല, പോടാ. അങ്ങനെ
ഓപ്പോസിറ്റല്ലോ ആ നിന്റെ ബോഡി സൈക്കിൾ മാടി നിന്റെ ബോഡി സൈക്കിൾ മാടി പ്രാന്ത് പിടിക്കുന്ന ഞാൻ എനിക്ക് ഏത് അംബാസഡർ മാടാൻ തേങ്ങി മാട പോടാ തേങ്ങ അപ്പൊ നിന്റെ തലയിൽ അപ്പൊ ഒരു തേങ്ങ തരും കേട്ടാ. ഈ തേങ്ങ ഇട്ട് കഴിഞ്ഞാലേ നിന്റെ തലയിൽ ബ്രെയിനും കിട്ടാൻ ഉപയോഗിക്കും. അതില്ലേ തേങ്ങത്തെ വെള്ളല്ലേ അയാൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ വിൽക്കാൻ കൊടുക്കും. പിന്നെ നമ്മളോടെ കറി അല്ല പിന്നെ വിൽക്കുമ്പോല്ലേ എന്റെ കിഡ്നി ഒന്നും നോക്കല്ലോ. മുട്ടാണ് ഷൊത്താണ് എന്റെ മുട്ടാണ് കുറ്റാണ് കുറ്റുമല്ല നിന്റെ ചട്ടിയല്ലേ പോടാറ് അല്ല പിന്നെ. അപ്പൊ ഈ എങ്ങനെയുണ്ട് നമ്മള് കോമഡി? എനിക്ക് കോമഡി ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ കോമഡിയാണെന്ന് വിചാരിക്കുന്നു. വളരെ കേട്ടിരുന്നാൽ മതി, ഞങ്ങൾക്ക് അതൊക്കെ മതി. കസ്റ്റമർ ഈസ് കസ്റ്റമർ, കസ്റ്റമർ ഈസ് കസ്റ്റമർ. നമ്മളെ ചാനൽ ആരും ഞാൻ പോസ്റ്റ് ഇട്ടേ അത് കണ്ടീനല്ല. നോട്ട് സബ്സ്ക്രൈബ് നീളത്തിൽ ഇങ്ങനെ അനാക്കൊണ്ട വലിയ വരി ഇങ്ങനെ നിൽക്കാം. സബ്സ്ക്രൈബ് ഒച്ചിൻ്റെ വരി അവിടെ ഒച്ചിൻ്റെ രണ്ടിരട്ടി സ്മോള് നമ്മൾ സബ്സ്ക്രൈബ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാ. നമുക്ക് കോമഡി പറഞ്ഞാലോ? ഓക്കെ, ഇനി നമുക്ക് കോമഡി പറയാം. ഇവിടെ ഇനി നെക്സ്റ്റ് ക്യാരക്ടർ ചേഞ്ച് ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്യാരക്ടർ ചേഞ്ച് ആക്കിയിട്ടൊരു കോമഡി പറയാം. എടാ സുഭാഷൻ, നിന്നെ എത്ര നേരം കണ്ടിട്ട്, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ദുബായി പോയി വന്നാ? ആ, ഞാൻ ദുബായൊക്കെ പോയി വന്ന്. എടാ ഹലുവ കഷ്ണം കണ്ടാ? ഹലുവ കഷ്ണം പോയിട്ട് ഒരു ചക്കക്കുരു ഇല്ല ഇവിടെ. എടാ നമ്മളെ കൊമ്പുനു തീർത്ത്. കൊമ്പുനു ആരാ ഈ കൊമ്പുനു? കൊമ്പനാനെ അതോ കൊമ്പുനു? കൊമ്പുനു ആ അവന് എൻ്റെ ലഡുവൊക്കെ തുറന്നോ? എടാ അതിലോ ലഡുവൊന്നും വീണത്, ആ ഒരു ചക്ക മാത്രം ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടു. എടാ ഒരു ദുബായി പോയി വരുമ്പോ ഇങ്ങനെയൊക്കെ കൊണ്ടുവരല്, പിന്നെ ഇങ്ങനെയല്ലേ കൊണ്ടുവരല്? ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാ, ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തില്ലേ. നീ യൂട്യൂബിൽ എന്താ സെർച്ച് ചെയ്തത്? ദുബായി പോയി കൊണ്ടുവരുമ്പോൾ ആർക്കും ഒന്നും കൊടുക്കാതെ എങ്ങനെ തിന്നാന്നാണ്. അപ്പോൾ ഗൂഗിള് അമ്മച്ചി പറഞ്ഞ് ഒരു ചക്ക അവർക്ക് കൊടുക്കുക, ബാക്കിയുള്ള പെട്ടി ഒളിപ്പിച്ച് വെക്കുക, എന്നിട്ട് അത് ലഡു ഇതൊക്കെ തിന്നോന്ന് പറഞ്ഞു. അപ്പൊ നീ അല്ലേ ലഡു ഒക്കെ തിന്നേ? ആ ഞാനാ തിന്നേ. നിന്നെ ഞാനല്ല, സോറിടാ. പ്ലീസ് എനിക്കത് കോമഡി ആയിട്ട് വേണം, നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഞാൻ പറയണം, മിത്തൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളെൻ്റെ ഫാൻസ് ആവണില്ലേ? നിങ്ങളെൻ്റെ ഫാൻസ് ആവണില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. നമ്മളെ ഫാൻസ് ആവണം, എല്ലാവരും പോയാൽ ഫാൻസ് ആവണം. ഒറ്റയടിക്ക 600 സബ്സ്ക്രൈബർ അടിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാണ്ട്, നമ്മളെ ചാനൽ പഴയ മാതിരിയാക്കണം. മീൻസ് പഴയതാണെങ്കിൽ നമ്മൾ ഞാൻ ഒരു വീഡിയോ ഇടും. ഞാനൊരു ദിവസം വീഡിയോ ആണെങ്കിൽ പണ്ട് കുറേ വീഡിയോ ഒരു ദിവസം ഞാൻ ഇടും, അതേ ടൈമിൽ തന്നെ. അപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ഇതെല്ലാം കിട്ടുന്നുണ്ട്, കാരണം റൊണാൾഡോൻ്റെ വീഡിയോസാണ് ഇടുന്നത്. അപ്പം തന്നെ എനിക്ക് സബ്സ്ക്രൈബൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും സബ്സ്ക്രൈബ് തീരെ കിട്ടും, ലെവൽ കുറഞ്ഞ് വന്ന് അങ്ങനെ സബ്സ്ക്രൈബ് അവിടെ പോയി. അതാണ് അപ്പം എൻ്റെ ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കോമഡി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് എടാ ഞാൻ യാസിനെ വിളിച്ചിട്ടില്ലേ, ഒരു കോമഡി പറയട്ടെ. ശരിടോ, പോയിട്ട് വാ ശരിടാ.